നമസ്കാരം. വളഞ്ഞിട്ടാക്രമിച്ചാൽ തിരിച്ചടിക്കും, ഓച്ചാനിച്ച് നിൽക്കില്ല. ചില മാധ്യമങ്ങളുടെ സഹായത്തിൽ മുഖ്യനെ കരിവാരി തേച്ചു. സത്യത്തിൽ ഒരു സർക്കാരിനെ എങ്ങനെയൊക്കെ കരിവാരി തേക്കാൻ പറ്റുമോ ആ തലത്തിലൊക്കെ കരിവാരി തേച്ചു കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ കേരളത്തിൽ കണ്ടത്. സതീശൻ സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം സത്യത്തിൽ വി ഡി സതീശന് ഒന്ന് കാലുറപ്പിച്ച് നിലത്ത് നിർത്താൻ ഈ സർക്കാരിൻ്റെ കൂടെയുള്ള കോൺഗ്രസ്സുകാരും ഒപ്പം തന്നെ ഇടതുപക്ഷവും അതിനൊപ്പം ചില മാധ്യമ പ്രവർത്തകരുമൊക്കെ ഒരു വലിയ ശ്രമം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും സതീശൻ ഇവരുടെയൊക്കെ ഈ കുരമ്പുകളെയൊക്കെ ഒടിച്ചു കളയാറുണ്ട്. പക്ഷേ അപ്പോഴും ചില ചോദ്യങ്ങൾ ബാക്കിയാകാറുമുണ്ട്. എന്തായാലും സതീശൻ സർക്കാരിന് ഇതാ 100 ദിവസം തികയുകയാണ്. ആ 100 ദിവസം തികയുമ്പോൾ സംസ്ഥാനം ഓണാഘോഷത്തിൻ്റെ ലഹരിയിലുമാണ്. ആ ഓണാഘോഷത്തിൻ്റെ ലഹരിയിൽ സതീശൻ സർക്കാർ സെഞ്ചുറി അടിച്ച് നിൽക്കുമ്പോൾ മുഖ്യമന്ത്രി ഒരു ലേഖനം എഴുതി. ആ ലേഖനം വായിക്കേണ്ടതാണ്, ജനം തിരിച്ചറിയേണ്ടതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാനും ഒരു വീഡിയോയിലേക്ക് പോകുന്നു. ആ മുഖ്യമന്ത്രിയുടെ ലേഖനത്തിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു: പുതുയുഗ കേരളം എന്ന മുദ്രാവാക്യവും ആശയവും ജനങ്ങൾ പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ചതിൻ്റെ പരിണിതിയായിരുന്നു 102 സീറ്റുമായുള്ള UDFിൻ്റെ ചരിത്ര വിജയം. UDF സർക്കാർ 100 ദിവസം പിന്നിടുകയാണ്. പ്രതിപക്ഷത്തിരുന്നപ്പോഴും തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ കൃത്യമായി പാലിക്കാനുള്ളതാണ് എന്ന ഉത്തമ ബോധ്യം സർക്കാരിനുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര തീരുമാനിച്ചതും ആശാപ്രവർത്തകർ, അംഗനവാടി ജീവനക്കാർ, പാചക തൊഴിലാളികൾ, പ്രീ പ്രൈമറി അധ്യാപകർ, ആയമാർ എന്നിവരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചതും എന്ന് പറയുകയാണ് സതീശൻ. PSC റാങ്ക് പട്ടികയുടെ കാലാവധി നീട്ടിയതും വൻകിട വികസന പദ്ധതികളും സ്വപ്ന പദ്ധതികളും നടപ്പിലാക്കുന്നതിനൊപ്പം സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ളവരെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് ഈ സർക്കാരിൻ്റെ ലക്ഷ്യം എന്നുകൂടി പറഞ്ഞു വെക്കുന്നു. സാമൂഹിക ക്ഷേമത്തിനും സമഗ്ര വികസനത്തിനും മുൻഗണന നൽകിക്കൊണ്ടാണ് ഇന്ദിരാ ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചത് എന്നും സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര, വയോജന വകുപ്പ് എന്നിവ ഇതിനോടകം നടപ്പിലാക്കുകയും ചെയ്തു എന്നും അവകാശവാദം ഉന്നയിക്കുകയാണ് സതീശൻ. സൗജന്യ യാത്ര സ്ത്രീകളുള്ള സർക്കാരിൻ്റെ ആദരവാണ്. മുതിർന്ന പൗരന്മാരുള്ള സർക്കാരിൻ്റെ കരുതലിൻ്റെ ഭാഗമാണ് വയോജന വകുപ്പ്. ഇത്തരമൊരു പരിഗണന രാജ്യത്ത് ആദ്യമായാണ്. ഇതിനു പുറമെയാണ് 100 ദിന കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചത്. കൃഷി, വ്യവസായം, സഹകരണം എന്നിങ്ങനെ 11 മേഖലകളിലായിട്ട് 43 വകുപ്പുകൾ ചേർന്ന് 597 പദ്ധതികളാണ് 100 ദിവസം കൊണ്ട് നടപ്പിലാക്കുന്നത്. സർക്കാരിന് കൃത്യമായിട്ടുള്ള വീക്ഷണ ലക്ഷ്യമുണ്ട്. മാത്രമല്ല വികസന പ്രവർത്തനങ്ങൾക്ക് മുൻഗണനാക്രമങ്ങളുണ്ട്. സർക്കാരിന് 100 ദിവസം തികയുമ്പോൾ സത്യത്തിൽ സംസ്ഥാനം ഓണാഘോഷത്തിൻ്റെ ലഹരിയിലാണ്. വിപണിയിൽ കൃത്യമായിട്ട് ഇടപെട്ട് വിലക്കയറ്റം നിയന്ത്രിക്കുവാനുള്ള നടപടികളാണ് സർക്കാർ ആദ്യം സ്വീകരിച്ചത്. സപ്ലൈകോ കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റുകളിൽ 13 സബ്സിഡി സാധനങ്ങളും വില കൂട്ടാതെ വിതരണം ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി. ചെറുപയർ, ഉഴുന്ന്, വൻകടല, വൻപയർ, തുവരപ്പരിപ്പ് തുടങ്ങി 10 പ്രമുഖ അവശ്യ സാധനങ്ങൾ അത് കഴിഞ്ഞ ഓണക്കാലത്തെ സബ്സിഡി നിരക്കിനേക്കാൾ കുറഞ്ഞ വിലയിൽ വിതരണം ചെയ്യാൻ കഴിഞ്ഞു. വെളിച്ചെണ്ണയും വില കുറച്ചു നൽകി. ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലെ സബ്സിഡി സാധനങ്ങൾ ഒരുമിച്ച് വാങ്ങുവാനുള്ള സൗകര്യവും ഒരുക്കി കൊടുത്തു. മുൻ വർഷങ്ങളിലേതുപോലെ ഒഴിഞ്ഞ റാക്കുകൾ എന്ന പരാതി പരിഹരിച്ചുകൊണ്ട് സപ്ലൈകോയിൽ ആവശ്യത്തിന് സ്റ്റോക്ക് ഉറപ്പാക്കി. ചരിത്രത്തിൽ ഒരിക്കലുമില്ലാത്ത ധനപ്രതിസന്ധിയെ അഭിമുഖീകരിക്കുമ്പോഴും 1 രൂപയുടെ പോലും അധിക നികുതി ചുമത്താതെയാണ് ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത്. സംസ്ഥാനത്തിൻ്റെ പ്രതിസന്ധി നിറഞ്ഞ ധനസ്ഥിതിയിലും ക്ഷേമ പെൻഷൻ വിതരണത്തിന് ഉൾപ്പെടെയുള്ള സാമൂഹിക ക്ഷേമ പരിപാടികൾ തടസ്സപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. 1 മാസം പോലും ക്ഷേമ പെൻഷൻ മുടങ്ങരുത് എന്നതാണ് സർക്കാരിൻ്റെ നിലപാട്. ഓണം പ്രമാണിച്ച് ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ വിതരണം നേരത്തെയാക്കി. അധ്യാപകർ ഉൾപ്പെടെയുള്ളവർ സർക്കാർ ജീവനക്കാരുടെ ഉത്സവത്തെയും മറ്റാനുകൂല്യങ്ങളും തടസ്സമില്ലാതെ അത് വിതരണം ചെയ്തു. KTDC, KSRTC, സഹകരണ മേഖല എന്നിവയിലെ ജീവനക്കാർക്ക്, പെൻഷൻകാർക്കും ബോണസ്, ഉത്സവബത്ത, സാലറി അഡ്വാൻസ് എന്നിവ ഉറപ്പാക്കി കൊടുത്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മുഴുവൻ ജനപ്രതിനിധികൾക്കും ചരിത്രത്തിലാദ്യമായിട്ട് 2000 രൂപ ഓണം ഉത്സവബത്ത അനുവദിക്കുകയും ഹരിതകർമ്മ സേനാംഗങ്ങളുടെ ഉത്സവബത്ത 1500 രൂപയായി ഉയർത്തുകയും ചെയ്തു. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഫണ്ട് വകമാറ്റിയതിനെ തുടർന്ന് കുടിശ്ശികയായ പ്രവാസി ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണത്തിന് 32 കോടി രൂപ അനുവദിക്കുകയും ചെയ്തു. അങ്ങനെ പട്ടികജാതി, പട്ടിക വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് മുടങ്ങിയത് കാരണം പഠനം തടസ്സപ്പെട്ട അവസ്ഥയ്ക്ക് ഈ സർക്കാർ പരിഹാരം കാണുകയും ചെയ്തു. മുൻ സർക്കാരിൻ്റെ കാലത്തെ കുടിശ്ശിക തീർക്കാൻ വേണ്ടിയിട്ട് അധികാരത്തിലെത്തി 84 ദിവസത്തിനകം 310 കോടി രൂപ അനുവദിച്ചു. കാരുണ്യ, ആരോഗ്യകരണം പദ്ധതികളിലെ അടിയന്തര ബാധ്യതകൾ തീർക്കാൻ 200 കോടി രൂപയും സപ്ലൈകോ വഴി നെല്ല് സംഭരിച്ചതിൻ്റെ PRS കുടിശ്ശിക അത് തീർക്കാൻ വേണ്ടി 150 കോടി രൂപയും അനുവദിച്ചു. അങ്ങനെ 100 തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കിയ 3.68 ലക്ഷം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 1200 രൂപ വീതം നൽകാൻ 44.24 കോടി രൂപയും
അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 1200 രൂപ വീതം നൽകാൻ 85.06 ലക്ഷവും കൈമാറി. സ്കൂൾ പാചക തൊഴിലാളികളുടെ പ്രതിമാസ വേതനം വർദ്ധിപ്പിച്ച അക്കൗണ്ടുകളിലേക്ക് നേരിട്ടെത്തിക്കുവാൻ 44 കോടി രൂപ അനുവദിച്ചു. മുൻ സർക്കാരിൻ്റെ കാലത്ത് 650 മുതൽ 675 രൂപ വരെയായിരുന്ന പ്രതിദിന വേതനം 1000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. ഇങ്ങനെ ലോട്ടറി ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും ബോണസിൽ 1000 രൂപയുടെ വർധന വരുത്തിവെച്ചു. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സ്നേഹസാന്ത്വനം പദ്ധതിക്കായിട്ട് 14.40 കോടി രൂപ അനുവദിക്കുകയും ചെയ്തു. പട്ടികവർഗ വിഭാഗക്കാർക്ക് ഓണസമ്മാനമായിട്ട് 1000 രൂപ വീതം നൽകി. ആശ്വാസകിരണം പദ്ധതി വഴി നൽകുന്ന ധനസഹായം 600 രൂപയിൽ നിന്ന് 1000 രൂപയായി ഉയർത്തി. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിൻ്റെ ഭാഗമായിട്ട് കുടുംബം ഒന്നിന് 2 ലക്ഷം രൂപ വീതം അധിക സഹായം പ്രഖ്യാപിച്ചു. സ്പോർട്സ് കൗൺസിൽ ജീവനക്കാർ കരാർ ജീവനക്കാരുടെ ശമ്പള കുടിശ്ശിക തീർക്കാൻ ഏകദേശം 1.50 കോടി രൂപയും പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് ഉത്സവ ബത്തയും അനുവദിക്കുകയും ചെയ്തു. ഇങ്ങനെ മാത്രമല്ല ഓണക്കിറ്റിനുമായിട്ട് 20.87 ലക്ഷം രൂപയും പ്രവാസി മലയാളികളുടെ സുരക്ഷയ്ക്കായിട്ട് 5 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ ചികിത്സാ പരിരക്ഷ നൽകുന്ന നോർക്ക ക്ലെയർ പ്ലസ് പദ്ധതിയുടെ 2ാം ഘട്ടവും ആവിഷ്കരിച്ചു. സിന്തറ്റിക് ലഹരിയുടെ ഹബ്ബായി മാറിയ കേരളത്തെ ലഹരി മുക്തമാക്കുന്ന പ്രഖ്യാപനത്തിൻ്റെ തുടർച്ചയാണ് ആഭ്യന്തര വകുപ്പ് ഓപ്പറേഷൻ തൂഫാൻ ആരംഭിച്ചത്. ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ട 10,000-ലധികം പേരെ ഇതിനകം തന്നെ അറസ്റ്റ് ചെയ്തു. ലഹരി മാഫിയയ്ക്കെതിരെ കായിക മേഖലയിലേക്ക് കുട്ടികളെ വഴിതിരിച്ചു വിടുക എന്നത് ഫലപ്രദമായിട്ടുള്ളൊരു മാർഗ്ഗമായിട്ട് കാണേണ്ടതുണ്ട് എന്നും ഇതുകൂടി കണക്കിലെടുത്ത് കായിക രംഗത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാൻ സർക്കാർ സ്വകാര്യ പങ്കാളിത്തത്തോടെ ഓപ്പറേഷൻ കളരി എന്ന പദ്ധതിക്കും തുടക്കം കുറിച്ചിട്ടുണ്ട്. എക്സൈസ് വകുപ്പ് ഓപ്പറേഷൻ തണ്ടർ ഫലപ്രദമായി നടപ്പാക്കുന്നു. ലഹരി മാഫിയയുടെ അടിവേരറക്കുക എന്നത് ഈ സർക്കാരിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. കേരളത്തെ അന്താരാഷ്ട്ര തലത്തിലുള്ള തുറമുഖ നഗരമാക്കി മാറ്റുവാനുള്ള സ്വപ്ന പദ്ധതിയാണ് മിഷൻ സമുദ്ര. തീരദേശത്തെ ആഗോള മാനുഫാക്ചറിംഗ് ഹബ്ബാക്കി മാറ്റുന്ന 400 കോടി രൂപയുടെ പദ്ധതിയാണ്. ചരക്ക് നീക്കം പൂർണ്ണതോതിൽ ആരംഭിച്ച വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ സാധ്യതകൾ മിഷൻ സമുദ്രയ്ക്ക് കരുത്തേകും. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് സമ്പൂർണ്ണ എക്സിം പ്രവർത്തനങ്ങൾ ആരംഭിച്ചതോടെ വിദേശ വിപണികളിലേക്ക് നേരിട്ട് ചരക്കുകൾ അയക്കുവാനും യാത്രാസമയവും ചെലവും കുറയ്ക്കുവാനും വഴി തുറക്കുന്നു. ഇൻകൽ മുഖേന വിഴിഞ്ഞത്ത് 100 ഏക്കറിൽ ലോജിസ്റ്റിക് ഇക്കോസിസ്റ്റം, പാലക്കാട് ലോജിസ്റ്റിക് ഹബ്ബ്, അങ്കമാലിയിൽ 28 കോടി ചിലവിൽ IT പാർക്ക്, റിയൽ എസ്റ്റേറ്റ് വികസനത്തിനായിട്ട് ഏകദേശം 5500 കോടി രൂപയുടെ വളർച്ചാ ഫണ്ട് അടക്കം ആവിഷ്കരിച്ചിട്ടുണ്ട്. കിൻഫ്ര ഇൻകൽ മുഖേന വ്യവസായ IT വികസന പ്രവർത്തനങ്ങൾക്കായിട്ട് വിമാനത്താവളങ്ങളുടെയും തുറമുഖങ്ങളുടെയും സമീപ പ്രദേശങ്ങളിൽ പുതുയുഗ വ്യവസായ വികസന മേഖലകൾ സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. അതുപോലെ തന്നെ ഫിഷറീസ് എക്സ്പോർട്ടും ലോജിസ്റ്റിക് പാർക്കുകളും സ്ഥാപിച്ച് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. കേരള IT മിഷനെ ഡിജിറ്റൽ ടെക്നോളജി മിഷനായിട്ട് മാറ്റുകയും ചെയ്യുന്നു. നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിന് ഇൻവെസ്റ്റ്മെൻറ്റ് കേരള സെൽ, AI ഡാറ്റാ സെൻ്ററുകൾ, പുതിയ വിദേശ നിക്ഷേപങ്ങളുടെ നയങ്ങൾ, സെമി കണ്ടക്ടർ മേഖലകളായിട്ടും തിരിച്ചു രൂപം മാറ്റിയെടുക്കുന്നു. ആദ്യഘട്ടത്തിൽ 2145 കോടിയുടെ നിക്ഷേപങ്ങളും 3100-ലധികം തൊഴിലവസരങ്ങളുമാണ് ഈ മേഖലയിൽ പ്രതീക്ഷിക്കുന്നത്. യുവ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുവാൻ KFCയുടെ പൂർണ്ണ പിന്തുണ. അത് മുഖ്യമന്ത്രിയുടെ സംരംഭകത്വ വികസന പദ്ധതിയുടെ വായ്പാ പരിധി എന്ന് പറയപ്പെടുന്ന അടക്കം 5 കോടി രൂപയായി ഉയർത്തുന്നു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിമർശനത്തിന് അതീതരല്ല എന്നും വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ സമീപിക്കുമെന്നും ആർക്കും തെറ്റുകണ്ടാൽ ചൂണ്ടിക്കാട്ടാമെന്നും അതിൽ കഴമ്പുണ്ടെങ്കിൽ തിരുത്താൻ സർക്കാരിന് ഒരു മടിയുമില്ല എന്നും, പക്ഷേ നിക്ഷിപ്ത താൽപ്പര്യത്തോടെ സർക്കാരിനെ കളങ്കപ്പെടുത്തുവാനോ വളഞ്ഞിട്ടാക്രമിക്കുവാനോ ശ്രമിച്ചാൽ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുക തന്നെ ചെയ്യുമെന്നും 3 മാസം പ്രായമാകുന്നതിന് മുൻപേ സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുവാനാണ് ചില മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി ഒരു സംഘം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അവർ ഉന്നയിച്ച ആരോപണങ്ങൾക്കൊന്നും 24 മണിക്കൂർ ആയുസ്സുണ്ടായിട്ടില്ല. മാധ്യമ വാർത്തകൾ സർക്കാർ ഇടപെട്ട് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് പിൻവലിച്ചത് എന്ന് പറയപ്പെടുന്ന കാര്യം നീചമായിട്ടുള്ളൊരു പ്രചരണമായിരുന്നു. സർക്കാർ ഇടപെട്ടിട്ടില്ല എന്ന മെറ്റ ഔദ്യോഗികമായിട്ട് വിശദീകരണം നൽകിയതോടെ വ്യാജ പ്രചാരകർക്ക് ഇനി എന്ത് പറയാൻ? സമരം ചെയ്യുന്നവരാരും സർക്കാരിൻ്റെ ശത്രുക്കളല്ല. ആരെയും തുറന്ന മനസ്സോടെ കേൾക്കുന്നു. ഏത് പ്രശ്നവും പരിഹരിക്കുന്നതിന് സാധ്യമായതെല്ലാം ചെയ്യുന്നു. പക്ഷേ ഒരു സമ്മർദ്ദ ശക്തിക്ക് മുന്നിലും സർക്കാർ കീഴടങ്ങില്ല എന്നും ജനങ്ങളാണ് ഞങ്ങളുടെ കരുത്ത് എന്നും സമഗ്ര വികസനവും സാമൂഹ്യക്ഷേമവും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് സർക്കാരിൻ്റെ സമീപനമെന്നും സതീശൻ പറഞ്ഞു വെക്കുന്നു. ഒരു പ്രളയത്തെ നമ്മൾ അതിജീവിച്ചതല്ലേ ഉള്ളൂ എന്നും പ്രളയ പ്രതിരോധത്തിന് ശാസ്ത്രീയമായിട്ടുള്ള സംവിധാനങ്ങൾ അത് ഏർപ്പെടുത്തുമെന്നും കേരള ഫ്ലഡ് റെസീലിയൻസ് ഇനിഷ്യേറ്റീവ് നടപ്പാക്കാൻ റൂർക്കി IITയുമായിട്ടുള്ള ആദ്യഘട്ട ചർച്ച കഴിഞ്ഞുവെന്നും പറയപ്പെടുന്നുണ്ട്. ഇങ്ങനെ പ്രതിസന്ധികൾക്കിടയിലും ജനജീവിതത്തിന് ആശ്വാസം നൽകുകയും പുതിയ നിക്ഷേപങ്ങളും അതിലൂടെ പുതിയ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുവാനാണ് ലക്ഷ്യമിടുന്നത് എന്നാണ് പറയുന്നത്. യുവതയാണ് രാജ്യത്തിൻ്റെ ശക്തി. അവരെ സ്വന്തം മണ്ണിൽ വേരുറപ്പിച്ച് നിർത്തുന്നതിനുള്ള കർമ്മശേഷി പദ്ധതികളാണ് ഇപ്പോൾ സർക്കാർ ആവിഷ്കരിക്കുന്നത്. 100 ദിവസം കൊണ്ട് ഒരു ചെറിയ കാലയളവാണത് എന്നറിയാം. പക്ഷേ സഹാനുഭൂതിയും സൽഭരണവും എന്ന ലക്ഷ്യത്തിലേക്ക് അഭിമാനപൂർണ്ണം കടക്കാൻ കഴിഞ്ഞുവെന്ന് തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി പറയാൻ
നമുക്ക് കഴിയുമെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അതായത് ഒരു സമ്മർദ്ദ ശക്തി മുന്നിലും സർക്കാർ കീഴടങ്ങില്ലാന്നും ജനങ്ങളാണ് ഞങ്ങളുടെ സമ്മർദ്ദ ശക്തിയും കരുത്തുമെന്നും പറഞ്ഞു വയ്ക്കുന്നു സതീശൻ. അപ്പോൾ ഇവിടെ ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു സമ്മർദ്ദ ശക്തിക്കും വഴങ്ങാതെ സർക്കാർ മുന്നോട്ട് പോകുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രഖ്യാപിക്കുന്നു. സർക്കാരിൻ്റെ 100ാം ദിനത്തോടനുബന്ധിച്ച് മാധ്യമങ്ങൾക്ക് നൽകിയ ഒരു ലേഖനത്തിലാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു പ്രതികരണം തന്നെ നടത്തിയത്. നിക്ഷിപ്ത താല്പര്യത്തോടെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചാൽ അതിനെ ശക്തമായി തള്ളുമെന്ന് കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ സർക്കാർ അധികാരത്തിലെത്തി 3 മാസം തികയുന്നതിന് മുമ്പ് സർക്കാരിനെ അപമാനിക്കാൻ ചില ശ്രമങ്ങൾ നടത്തുകയാണ്. ഇത് മുഖ്യമന്ത്രിയുടെ ആരോപണമാണ്. അപ്പോൾ ചില മാധ്യമങ്ങളുടെ സഹായത്തോടെ ഒരു സംഘം ഇതിനായിട്ട് പ്രവർത്തിച്ചു എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. സർക്കാർ ഇടപെട്ട് വാർത്തകൾ പിൻവലിച്ചു എന്ന തരത്തിൽ നീചമായിട്ടുള്ള പ്രചാരണം നടന്നുവെന്നും എന്നാൽ മെറ്റയുടെ വിശദീകരണം പുറത്തു വന്നതോടെ വ്യാജ പ്രചാരകർ ഇനി എന്താണ് പറയുക എന്നും മുഖ്യമന്ത്രി ചോദിക്കുകയാണ്. അതേസമയം മാധ്യമങ്ങളും പ്രതിപക്ഷവും ചൂണ്ടിക്കാട്ടുന്ന പോരായ്മകളും തിരുത്തലുകളും സർക്കാർ സഹിഷ്ണുതയോടെ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറയുന്നു. എന്നാൽ നിക്ഷിപ്ത താല്പര്യത്തോടെ നടത്തുന്ന അപകീർത്തിപ്പെടുത്തലുകളെ അവജ്ഞയോടെ തള്ളുമെന്നും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പൂർണ്ണമായിട്ടും പാലിക്കുമെന്ന ഉറച്ച ബോധ്യത്തോടു കൂടിയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ ഇവിടെ പുതുയുഗ കേരളം ലക്ഷ്യം സഹാനുഭൂതിയും സദ്ഭരണവും മുൻനിർത്തിയുള്ള പുതുയുഗ കേരളം കെട്ടിപ്പടുക്കുകയാണ് സർക്കാരിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായിട്ട് 11 മേഖലകളിലായിട്ട് 43 വകുപ്പുകൾ ചേർന്ന് 597 പദ്ധതികളാണ് സർക്കാർ നടപ്പാക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു. അധികാരമേറ്റെടുത്ത ശേഷമുള്ള ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചതും ആശാപ്രവർത്തകർ, അങ്കണവാടി ജീവനക്കാർ, പ്രീ പ്രൈമറി അധ്യാപകർ എന്നിവരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ സതീശൻ മുന്നോട്ട് വെക്കുന്നു. ഇന്ദിരാ ഗ്യാരണ്ടികൾ വഴി സാമൂഹ്യക്ഷേമത്തിന് മുൻഗണന നൽകുന്നതിനൊപ്പം പുതിയ പൗരന്മാർക്കായിട്ട് അല്ലെങ്കിൽ മുതിർന്ന പൗരന്മാർക്കായിട്ട് വയോജന വകുപ്പ് അടക്കം തുടക്കം കുറിച്ചതിനെക്കുറിച്ചും അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. ഇങ്ങനെ ഒന്നിനൊന്ന് മെച്ചമാകുന്ന പദ്ധതികൾ നടപ്പിലാക്കിയാണ് മുന്നോട്ട് പോകുന്നത് എന്നും ഈ വികസന പ്രവർത്തനങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു മുൻഗണനാക്രമണം നിശ്ചയിച്ച് സർക്കാർ മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്നും വിമർശനങ്ങളിൽ ആവശ്യമായുള്ള തിരുത്തലുകൾ ഉൾക്കൊള്ളുമ്പോഴും നിക്ഷിപ്ത താല്പര്യത്തോടെയുള്ള അപകീർത്തിപ്പെടുത്തലുകൾക്ക് വഴങ്ങില്ല എന്നുള്ളതാണ് സതീശൻ്റെ ഈ 100ാം ദിന സന്ദേശത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്, മുഖ്യമന്ത്രി നൽകുന്ന സന്ദേശമെന്ന് പറയപ്പെടുന്നു. ജനക്ഷേമം, വികസനം, നിക്ഷേപം, തൊഴിൽ ഈ 4 മേഖലകൾക്ക് ഊന്നൽ നൽകുന്നതിനൊപ്പം തന്നെ രാഷ്ട്രീയ മാധ്യമ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്ന നിലപാട് വ്യക്തമാക്കിക്കൊണ്ടാണ് സർക്കാരിൻ്റെ 100ാം ദിന സന്ദേശവുമായിട്ട് മുഖ്യമന്ത്രി രംഗത്തെത്തിയത്. എന്തായാലും ഈ 100 ദിനങ്ങൾ അവകാശവാദത്തോടുകൂടി സതീശന് മുന്നോട്ട് പോകാം. കാരണം ചെയ്യാൻ കഴിയുന്ന പ്രക്രിയകൾ, പ്രവർത്തനങ്ങൾ വളരെ വൃത്തിക്ക് ചെയ്യുവാൻ സതീശന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടായിരിക്കും. എന്നാലും നല്ലത് ചെയ്യുമ്പോൾ അത് ആര് ചെയ്താലും അത് വിളിച്ചു പറയുവാനുള്ള ഒരു മാനസിക വ്യാസം ഉണ്ടാകേണ്ടതുണ്ട്. അത്രത്തോളം വലിപ്പം ആ മനസ്സിനുണ്ടാകണം. അത്തരത്തിൽ നല്ലത് ചെയ്യുന്നത് അത് ശ്രീ സതീശനാണെങ്കിലും പിണറായി വിജയനാണെങ്കിലും നരേന്ദ്രമോദി ആണെങ്കിലും ആര് നന്മ ചെയ്താലും നല്ലത് ചെയ്താലും പൊതുസമൂഹത്തിന് ഗുണകരമാകുന്ന കാര്യങ്ങൾ ചെയ്താൽ അത് വിളിച്ചു പറയുക തന്നെ വേണം. അത് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ തെറ്റ് ചെയ്താൽ തെറ്റിനെ ചൂണ്ടിക്കാണിക്കപ്പെടുകയും വേണം. ഇവിടെ 100 ദിനങ്ങൾ കൊണ്ട് വളരെ കൃത്യമായിട്ട് ചില കണക്കുകൂട്ടലുകളുടെ അടിസ്ഥാനത്തിൽ സതീശൻ സർക്കാരിന് മുന്നിലെത്താൻ കഴിഞ്ഞു എന്ന് വെച്ചാൽ അത് ശ്ലാഘനീയമാണ്. ഇത് തുടരുകയാണ് അവർ ചെയ്യേണ്ടത്.